നിങ്ങൾക്ക് വളരണോ? ശാരീരികമായിട്ടുള്ള വളർച്ചയല്ല, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് വളർത്തണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരണോ? എങ്കിൽ ഇതാ ഈ ചെറിയൊരു ടിപ്പ് നിങ്ങളെ വലിയ രീതിയിൽ സഹായിച്ചേക്കാം. ആ ടിപ്പ് എന്താണെന്നത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഒരു പുസ്തകം കീപ്പ് ചെയ്യുക. ആ പുസ്തകത്തിന് മൈ ഡെയിലി ആക്ടിവിറ്റീസ് എന്നോ എൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നോ എന്ത് വേണമെങ്കിലും പേര് നൽകുക. അതിൻ്റെ പുറംചട്ട കാണാൻ നല്ല ഭംഗിയുണ്ടാവണം. അത് കണ്ടു കഴിഞ്ഞാൽ എടുത്തൊന്ന് വായിച്ചു നോക്കാൻ തോന്നണം. ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ലക്ഷ്യം നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്ത പേജ് മുതൽ ഓരോ ദിവസം രാത്രിയും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ദിവസം ചെയ്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തി എഴുതി വയ്ക്കുക. വ്യത്യസ്തമായ കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൊഴിൽപരമായതോ പഠനപരമായതോ അല്ലാതെ വേറെ ഏതൊരു കാര്യവുമാവാം. ഉദാഹരണത്തിന് നിങ്ങൾ വായിച്ച ഒരു പുസ്തകമാവാം, ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു വീഡിയോവോ നിങ്ങൾ മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു പുതിയ വിഷയമോ ആവാം. ഒരുപക്ഷെ നിങ്ങൾ ഒരു ദിവസം ഫേസ് ചെയ്ത ഒരു ചാലഞ്ചിൽ നിങ്ങൾ പഠിച്ച പുതിയൊരു പാഠമാവാം. അത്തരത്തിൽ നിങ്ങളെ വളർത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ഓരോ ദിവസവും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പേജിൽ ഒരു സെന്റൻസിൽ കവിയാതെ എഴുതി വയ്ക്കുക. ഇത്തരത്തിൽ ഓരോ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ ദിവസം ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും എഴുതാനായിട്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം തീർച്ചയായിട്ടും എഴുതാനായിട്ട് ശ്രമിക്കും. 4-ാമത്തെ ദിവസം ഒരല്പം മടി തോന്നും. 5-ാമത്തെ ദിവസം ഇത് എഴുതിയിട്ട് വലിയ കാര്യമില്ല എന്നൊരു തോന്നൽ വരും. പൊതുവെ നമ്മൾ അങ്ങനെയാണ്. ഒരു കാര്യം തുടങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഊർജം പതിയെ ദിവസങ്ങൾ കഴിയും തോറും നഷ്ടപ്പെട്ട് വരും. പക്ഷേ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ദിവസം നിങ്ങൾ ഇത് മറികടന്നാൽ ആ പ്രവൃത്തി നിങ്ങളുടെ ശീലമായി മാറും. പിന്നീട് അത് ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. 1 മാസം കഴിയുമ്പോൾ ആ പുസ്തകത്തിലെ പേജുകളൊന്ന് മറിച്ചു നോക്കുക. അതിൽ നിന്നും കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് അത് നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യും.